ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഫിഷ് മസാല തയ്യാറാക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടും പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഫിഷ് മസാല. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് കണ്ടാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫിഷ് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അയില മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ല കഷ്ണമുള്ള മീനാണെങ്കിലും എടുക്കാം. ഇനി നമുക്കത് വറുക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടി ഇത്ര എടുത്തിട്ടുള്ളൂ. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇത് ഒരുപാട് എണ്ണ ചേർത്തിട്ടല്ല ഞാൻ വറുത്തെടുക്കുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ മസാലയും തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തം മസാലയ്ക്ക് വേണ്ടി എടുക്കത്തില്ല. ഞാനൊരു 3-4 മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതാ എടുത്തിരിക്കുന്ന മീനുകളൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് മൊരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് ജസ്റ്റ് 2 ഭാഗവും ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ മീൻ വറുത്തെടുക്കുന്നത് പോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ടാണെങ്കിലും വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ ഒരു 4 എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു 2 എടുത്താൽ മതിയേ. അതിനകത്തേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയേ. അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നിടം വരെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതവിടെ പച്ച ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം അല്ലാത്ത മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിനി പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളി നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തിനാണ് ഈ അരച്ച് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ചാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതിയെ. എന്നിട്ട് ആ തക്കാളിയുടെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ നമ്മളൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 കപ്പ് പുളിവെള്ളം പിഴിഞ്ഞതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത്, വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണേ. തിളപ്പിച്ചതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വലിയ കഷ്ണമാണ്. നമ്മൾ നെയ്മീനിലൊക്കെ ഇത് തയ്യാറാക്കാറുണ്ട്. അതൊന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അയിലയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയൊന്ന് നല്ലതുപോലെ അതിനകത്ത് പൊതിഞ്ഞ് വെക്കണം. എന്നാൽ മാത്രമേ ആ മസാലയൊക്കെ നമ്മുടെ മീനിലോട്ട് നല്ലതുപോലെ പിടിച്ച് കിട്ടത്തുള്ളേ. അതിനായിട്ട് ആ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുവാണ് കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഇത് വേവിച്ചാൽ മതിയേ. നല്ലതുപോലെ വേവിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുവേ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് ഇതുപോലെ എണ്ണയൊക്കെ ഇറങ്ങി വരും കേട്ടോ നമ്മുടെ ഫിഷ് മസാലയിൽ നിന്ന്. ആ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഇരുന്ന് നല്ലപോലെ കുറുകും കേട്ടോ. കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നേരത്തെ തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല കട്ടിക്ക് നല്ല ആ മീനൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് മസാല തയ്യാറാക്കി നോക്കിയിട്ട് ആരെയും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.